ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപികോപ്പന്മാർക്കും സാദര പ്രണാമം. ഗീതമഹാത്മ്യം. ഭഗവാൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത, അതായത് ഭഗവാന്റെ ഗീതം, ഭഗവാന്റെ വാക്ക്, ആ ഒരു ബുക്കല്ല, അത് ഭഗവാൻ തന്നെ. അത് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവണം. എന്നാൽ സർവ ഐശ്വര്യവും ഉണ്ടാവും. അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു എന്താ പറയുക, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാനിവിടെ പറയാം. ഭഗവാന്റെ അനുഗ്രഹം, ഒരു അനുഭവം. ഞാൻ കുറേ മുമ്പാണ്, ആ സമയത്ത് ഞങ്ങൾ എൻ്റെ ചേച്ചിമാരുടെ കൂടെയൊക്കെ ഞാൻ ഗുരുവായൂർ പോവാറ്. അങ്ങനെ ഗുരുവായൂർ പോണ സമയത്ത് എന്ന് പോയാലും എനിക്ക് അവിടുന്ന് ഒരു ഭഗവാന്റെ നാമങ്ങളിലെ എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതെനിക്ക് എപ്പോൾ പോയാലും അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ എല്ലായിടത്തും തൊഴുതിട്ട് ലാസ്റ്റ് സമയത്ത് എഴുതി വലിഞ്ഞ് ആ പുറത്തില്ലേ ഭണ്ഡാരത്തിൻ്റെ അടുത്തുനിന്ന് ഞാനും എൻ്റെ 2 ചേച്ചിമാരും കൂടെ, ഞാൻ നടുവിലും അവരപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ എത്തി വലിഞ്ഞിട്ട് തൊഴുകയാണ്. ഭഗവാനൊന്നും കൂടെ കണ്ടിട്ട് യാത്ര പറഞ്ഞ് പോരാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ കണ്ണനോട് പറഞ്ഞേ, കണ്ണാ എനിക്കൊരു ബുക്ക് വാങ്ങിക്കേണ്ടിയിരുന്നു. ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്കൊരു ബുക്കൊക്കെ വാങ്ങിക്കണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൈസ ഒന്നും തികയില്ലല്ലോ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വിളിക്കുകയാണ്. ഇങ്ങനെ തൊട്ട് വിളിക്കുന്ന തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പോലെ നല്ലൊരു ഉണ്ണിക്കണ്ണൻ തന്നെ, കുഞ്ഞത്. അത് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇതെടുത്തോളൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്താ എനിക്ക് ബുക്കൊക്കെ തരണേ, എനിക്ക് വേണ്ടായിരുന്നേ. അപ്പം പറയണേ, അല്ല ഇതെടുത്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, എനിക്ക് ബുക്ക് വേണ്ടായിരുന്നേ. അപ്പോൾ പറയണേ, പൈസ ഒന്നും വേണ്ട, ഇതെന്നും വായിക്കണമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ശരിക്കും ഉണ്ണിക്കണ്ണൻ തന്നെ, നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഞാനത് പെട്ടെന്ന് വാങ്ങിച്ച് അന്നേരം പൈസ വേണ്ടാന്ന് തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കുമ്പോൾ ചേച്ചിമാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. അവരാണ് ആദ്യം വിളിക്കുന്നത്. പക്ഷേ നടുവിൽ നിൽക്കണ എന്നെ വിളിച്ചിട്ട് എനിക്കാണ് തന്നത്. ഇത് ദിവസം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് ആ കുട്ടി അങ്ങോട്ട് ഓടിപ്പോയ സ്ഥലത്തേക്ക് നോക്കിയിട്ട് അവിടെ ഒന്നും ആരുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എല്ലായിടത്തും നോക്കി, പിന്നെ കുട്ടി ഇങ്ങോട്ട് പോയതൊന്നും കണ്ടില്ല. ഞാൻ ആ ബുക്ക് ഭഗവാൻ തന്നതായിട്ട് കരുതുന്നു. എനിക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നത് കണ്ണനോട് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോഴാണ് അതെനിക്ക് കൊണ്ടു തന്നത്. ഞാനത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. വീട്ടിലെത്തിയിട്ട് അതിൽ വായിക്കുമ്പോൾ അതൊന്നും മനസ്സിലായില്ല. അതിൽ പറയണുണ്ട് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന്. ആ ഏത് ഗുരു, എനിക്ക് അങ്ങനത്തെ ആളെയൊന്നും അറിയില്ലേ. ഒരു ഗുരുവിനെ കിട്ടുകയെന്നൊക്കെ വെച്ചാൽ അതും എനിക്കൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഭഗവാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കഥ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു. ആ കഥയല്ല, ശ്ലോകമുണ്ട്, അതിന് അർത്ഥമൊക്കെ ഉണ്ട്. ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ വായിക്കുന്നു. അപ്പോൾ അയ്യോ എനിക്ക് കോരി തെറിച്ച് പോയി. എന്താ ഞാൻ ഞെട്ടുകയും ചെയ്തു. എന്താ അപ്പോൾ ഇത്
ഹൃദയമില്ലേ, നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ മിടിക്കൂലേ, ഇങ്ങനെ പടപടാ മിടിക്കണമാതിരി ഞാനിങ്ങനെ വിരൽ വെച്ചിട്ട് വായിക്കുമ്പോൾ അതിൽ ഭഗവാന്റെ ഹൃദയത്തുടിപ്പ് ഇങ്ങനെ ഇങ്ങനെ തുടിക്കണം. എൻ്റെ കയ്യിലിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലൊക്കെ പെട്ടെന്ന് ഉണ്ടാവില്ല ഇങ്ങനെ മിടിപ്പൊക്കെ അറിയണേ. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ വിരൽ വെച്ച് വായിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരിക്കൽ ഞാൻ കൈ വലിച്ചിട്ട് വീണ്ടും വെച്ച് നോക്കി. അപ്പോൾ അങ്ങനെ അയ്യോ, ഞാൻ എൻ്റെ ഭഗവാൻ തന്നെ. അപ്പോൾ ബുക്ക് ഞാൻ എന്നെ ഭഗവാനായിട്ട് കരുതുന്നു. അങ്ങനെ ദിവസവും ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് ഭഗവാൻ തന്നതല്ലേ. അപ്പോൾ ദിവസവും വായിച്ച് അങ്ങനെ അന്നേരം ആദ്യമൊന്നും മനസ്സിലായി. പിന്നീട് അതിലല്ലേ എല്ലാം മനസ്സിലായി. പിന്നെയാണ് എനിക്ക് യാദൃശ്ചികമായിട്ട് ഗുരുവിനെയും കിട്ടി. ഞങ്ങളുടെ ഉദയമാതാജി ക്ലാസ് എടുക്കുമായിരുന്നു ഭഗവത്ഗീതേൻ്റെ. ഭഗവത്ഗീത മുഴുവനായിട്ട് മാതാജി ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞു തന്നു. അർത്ഥം എല്ലാതും മനസ്സിലാക്കി തന്നു. പിന്നീട് ഇപ്പോഴും മാതാജിയുടെ ക്ലാസ്സിൽ തുടരുന്നു. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്, ഇത് കഥയൊന്നല്ല. ഇനി ഇതിൻ്റെ മഹാത്മ്യകഥല്ലേ, ഈ 18 അധ്യായമുള്ള ഈ ഗീതാ മഹാത്മ്യത്തിൻ്റെ ഒരു മഹാത്മ്യകഥ, അതായത് 7ാമത്തെ അധ്യായത്തിൻ്റെ കഥ നമുക്ക് കേൾക്കാം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ മന്ദസ്തസ്യ നാമാനി യാനി കർമാഭേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രം, ദേവകീ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗീത, അതായത് ഭഗവത്ഗീതയും ആരാധ്യനായ ഒരേ ഒരു ദൈവം ദേവകീ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനും. നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു മന്ത്രം അദ്ദേഹത്തിൻ്റെ നാമവും. നാം ചെയ്യേണ്ട ഒരേ ഒരു കർമ്മം അദ്ദേഹത്തിൻ്റെ സേവയുമാക്കുന്നു. മഹാദേവൻ പാർവതീദേവിക്ക് ഭഗവത്ഗീതയുടെ 7ാം അധ്യായത്തിൻ്റെ മഹാത്മ്യം ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പാടലിപുത്രം എന്ന മഹാനഗരത്തിൽ ശംഖുകർണൻ എന്ന ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അയാൾ ഒരു നാസ്തികനെ പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൊന്നും ഏർപ്പെടുമായിരുന്നില്ല. തൻ്റെ മൺമറഞ്ഞ പിതൃക്കൾക്ക് പോലും അവരുടെ പാപപ്രതികരണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള അതായത് യാതൊരുവിധ ധർമ്മ ആചാരങ്ങളൊന്നും തന്നെ നിർവഹിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. വാണിജ്യത്തിലൂടെ ഭീമമായ ധനം സമ്പാദിച്ചു കൂട്ടുന്നതിലൊക്കെ ആയിരുന്നു ശംഖുകർണന് മുഖ്യമായ താല്പര്യം. അങ്ങനെ ആ കർമ്മത്തിലാണെങ്കിൽ അയാൾ നന്നായിട്ട് വിജയമൊക്കെ കൈവരിച്ചു. ഇത് കാരണം മഹാത്മാരായ രാജാക്കന്മാർ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഡംബരമായ ഗൃഹത്തിലൊക്കെ വന്നിട്ട് അങ്ങനെ വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും അതിന് അത്യാഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ശംഖുകർണ പിശുക്കന്മാരിൽ തന്നെ ഏറ്റവും നിഷ്കൃഷ്ടനായ വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം തൻ്റെ സമ്പാദ്യമെല്ലാം തന്നെ അനാവശ്യമായിട്ട് ഭൂമിക്കടിയിൽ കുഴിച്ചു വെച്ചു. അതായത് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ അറിയായിരുന്നുള്ളൂ. ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അയാളാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ പോലും അങ്ങനെ തൃപ്തനായിരുന്നില്ല. 3 ഭാര്യമാരും അവരിൽ പുത്രന്മാരും ഉണ്ടായിട്ട് പോലും അയാളാണെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കാൻ അങ്ങനെ തീരുമാനിച്ചു.
അങ്ങനെ നാലാമതൊരു കല്യാണം കഴിക്കാൻ തൻ്റെ ബന്ധുക്കളുടെ കൂടെ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ അവർ വഴിയരികിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നിദ്രാവേളയിൽ അയാൾക്ക് ഒരു വിഷസർപ്പത്തിൻ്റെ മാരകമായ ദംഷ്ടനം ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളും മരുന്നും മന്ത്രങ്ങളൊക്കെ കൊണ്ട് പലതും ഇങ്ങനെ ശ്രമിച്ചെങ്കിലും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ഫലവും വിഫലമായിപ്പോയി. അടുത്ത ജന്മത്തിൽ ശംഖുകർണൻ ഒരു പ്രേതസർപ്പമായിട്ട് മാറി. അദ്ദേഹത്തിന് തൻ്റെ പൂർവ്വജന്മത്തിൻ്റെ സ്മൃതി ലഭിച്ചതിനാൽ അയാൾ നേരെ തൻ്റെ സമ്പാദ്യം കുഴിച്ചിട്ട സ്ഥലത്തേക്കായിരുന്നു പോയത്. സ്വാഭാവികമായും അയാളുടെ പൂർവ്വജന്മത്തിലെ കുടുംബം താമസിച്ചിരുന്നതിൻ്റെ സമീപത്ത് തന്നെയായിരുന്നു ഈ സ്ഥലം. കുറച്ച് കാലത്തേക്ക് അദ്ദേഹം തൻ്റെ സമ്പാദ്യമൊക്കെ സംരക്ഷിക്കുന്നതിലിങ്ങനെ സമൃദ്ധി കണ്ടെത്തി. എന്നാൽ കുറച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ തൻ്റെ പ്രേതസർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ജീവിതത്തിൽ നിരാശയായിട്ട് മാറി. അങ്ങനെ അയാൾ തൻ്റെ മക്കളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു, അവരോട് ഇങ്ങനെ സഹായത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം അവരുടെ പിതാവാണെന്ന്, ദിവാഗതനായ പിതാവ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രേതസർപ്പത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് ബൃഹത്തായ ഒരു നിധി ശേഖരം കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആ നിധി പങ്കുവെച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം നിധി എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം എല്ലാ പുത്രന്മാരും അവർക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചിട്ട് പരസ്പരം സംസാരിച്ചു. അവരിൽ ഒരു ശിവൻ എന്ന് പറഞ്ഞ ഒരു പുത്രനെ തൻ്റെ സ്വപ്നം യാദൃശികമായിട്ടുണ്ടായതല്ലെന്ന് സംശയിച്ചു. ശിവനാകട്ടെ അച്ഛനെ പോലെ തന്നെ പണത്തോട് അത്യാർത്തിയുള്ള ആളായിരുന്നു. അവനെ അങ്ങനെ തിടുക്കത്തോടെ ഒരു മൺവെട്ടിയൊക്കെ എടുത്തിട്ട് സ്വപ്നത്തിൽ വിവരിച്ച സ്ഥലത്തേക്ക് പോയി. പാമ്പിൻ്റെ മാളം ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ കുഴിക്കാൻ അങ്ങ് തുടങ്ങി. അതേസമയം അവിടെ ഉറങ്ങിക്കിടക്കായിരുന്ന പ്രേതസർപ്പം ഭയചകിതനായിട്ട് ഞെട്ടി ഉണർന്നു. ആ പ്രേതസർപ്പം ഭയപ്പെട്ടു. അങ്ങനെ ഈ ശിവനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ചീറ്റി, ഉച്ചത്തിൽ ചീറ്റി പത്തിയൊക്കെ വിടർത്തിട്ട് ആടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഹേ പമ്പര വിട്ടി, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ ശല്യപ്പെടുത്താൻ? നീ ആരാണ്? നിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണ്? ഉത്തരം പറയൂ. ആ പ്രേതസർപ്പം പറയണം. ആ സന്ദർഭമൊക്കെ മനസ്സിലാക്കിയ ശിവനാകട്ടെ ഉടനടി മറുപടി പറഞ്ഞു, അങ്ങയുടെ പുത്രനാണ് ഞാനെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ രാത്രി അങ്ങല്ലേ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് ഈ നിധി ശേഖരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ മറുപടി കേട്ടിട്ട് പ്രേതസർപ്പം ഇതിന് സംപ്രീതനായി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, പക്ഷേ നീ ഒരു കാര്യം മറന്നിരിക്കുന്നു. നീ എൻ്റെ മകൻ തന്നെ. അങ്ങനെയെങ്കിൽ ഈ പ്രേതസർപ്പരൂപത്തിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കാൻ ആവശ്യമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാതിരിക്കുന്നത് എന്താണ്? അത്യാഗ്രഹത്തിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ശാപം ഏൽക്കേണ്ടി വന്നത്. എൻ്റെ വിധി നിനക്കും സംഭവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് അജ്ഞനായ ആ മകൻ വിനയത്തോടെ തൻ്റെ പിതാവിനോട് പറയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പറയൂ, അത് ഞാൻ ചെയ്യാം.
അപ്പോൾ പ്രേതസർപ്പം പറഞ്ഞു, എൻ്റെ പ്രിയപുത്ര, യാതൊരു വിധത്തിലുള്ള ധനമോ തപസ്സോ യജ്ഞമോ എനിക്ക് പൂർണ്ണ സന്തോഷമോ സ്വാതന്ത്ര്യമോ നൽകുന്നില്ല. ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം പാരായണം ചെയ്യുന്നതിലൂടെ മാത്രമേ ഞാൻ ജനന മരണചക്രത്തിൽ നിന്നും മോചിതനാകൂ. അതിനാൽ ഈ അധ്യായം അറിയാവുന്ന ഒരു പരിശുദ്ധനായ ബ്രാഹ്മണനെ കണ്ടെത്തി മാത്രമല്ല, ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഊട്ടുക. ശ്രാദ്ധകർമ്മങ്ങൾ എൻ്റെ പാപഫലങ്ങൾ ഇല്ലാതാക്കും. പക്ഷേ ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം എനിക്ക് വൈകുണ്ഠത്തിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു വയ്ക്കുന്നു. അതിനാൽ ദയവായി നീ ഈ കാര്യങ്ങൾ ചെയ്യൂ. അച്ഛനെ പ്രീതിപ്പെടുത്താനുള്ള ആഗ്രഹത്താൽ ശിവനും സഹോദരങ്ങളും ശ്രാദ്ധകർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അതേസമയം തന്നെ ഒരു യോഗ്യനായ ബ്രാഹ്മണനെ കൊണ്ട് ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം പാരായണം ചെയ്യുകയും ചെയ്തു. ആ ശ്ലോകങ്ങളുടെ ശക്തിയാൽ ശംഖുകർണൻ പ്രേതസർപ്പത്തിൻ്റെ ശരീരത്തിൽ നിന്നും മോചിതനായി. ചതുർഭുജനായ ആധ്യാത്മിക ശരീരം നേടി സാരോഗ്യമുക്തി നേടി. തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തേക്ക് യാത്രയായി. അനുഗ്രഹീതരായ പുത്രന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തിയുത സേവനത്തിലൊക്കെ ഇങ്ങനെ ഏർപ്പെടാൻ തുടങ്ങി. അവരുടെ ധനത്താൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ അവർ ദിവസേന ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം പാരായണം ചെയ്തു. അവസാനം അവരും തങ്ങളുടെ പിതാവിനെ പോലെ തന്നെ വൈകുണ്ഠലോകം പോകി. മഹാദേവൻ ഉപസംഹരിച്ച്, എൻ്റെ പ്രിയ പാർവതി, ആരാണോ ഈ വർണ്ണനം കേൾക്കുന്നത് അവരെല്ലാം പാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു. അതാണ് ഭഗവാൻ കൈലാസനാഥൻ പോലും പറയുന്നത്. ഈ വർണ്ണനം ഒന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, നമ്മൾ കാരണം ഇത് ആർക്കെങ്കിലും ഒന്ന് ഈ കഥ കേൾക്കാൻ പോലും സാധിച്ചാൽ അവർ പോലും പാപകർമ്മങ്ങളിൽ നിന്ന് മോചിതനാവുകയാണ്. എല്ലാ ഭക്തരും ഭഗവത്ഗീത എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. ഒരു പ്രാവശ്യമില്ല, നമ്മളുടെ വീടുകളുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ ചിന്തിച്ച് അതൊന്ന് വായിക്കൂ. നമ്മുടെ മുന്നിൽ ആ ബുക്കിലൊക്കെ ഭഗവാൻ അങ്ങോട്ട് തെളിയും. എല്ലാ അധ്യായവും വായിക്കൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.